ഹലോ സ്റ്റുഡൻസ്, നമ്മൾ 5th മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 5th മോഡ്യൂളിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഇത്. അപ്പോൾ ഈ 5th മോഡ്യൂൾ ബേസിക്കലി ഈ പോയിൻറ്റേഴ്സ് ആൻഡ് ഫയൽസ്, ഈ രണ്ട് ടോപ്പിക്കാണ് 5th മോഡ്യൂളിൻ്റെ മെയിനായിട്ടുള്ള രണ്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഈ 5th മോഡ്യൂളിൻ്റെ സിലബസ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്, പോയിൻറ്റേഴ്സ് ആൻഡ് ഫയൽസ്. അപ്പോൾ ബേസിക്കായിട്ട് ഈ രണ്ട് ടോപ്പിക്കാണുള്ളത്. അതിൽ ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറയാം. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളല്ല, കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. കാരണം ലാസ്റ്റ് മോഡ്യൂളാണല്ലോ. നമ്മൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിക്കാൻ പോകുന്നില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം എല്ലാ കാര്യവും കൂടെ പഠിപ്പിച്ചുകൊണ്ട് നിന്നിട്ട് കാര്യമില്ല. കാരണം എല്ലാവരും പഠിക്കാനായിട്ട് നിൽക്കത്തില്ല ലാസ്റ്റ് മോഡ്യൂൾ ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം വേണ്ട ഈ മോഡ്യൂളിൽ അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റി മാത്രമേ നമ്മൾ പഠിക്കുകയുള്ളൂ. അപ്പോൾ ഈ ആദ്യത്തെ ഈ മോഡ്യൂളിൻ്റെ ആദ്യത്തെ 2-3 വീഡിയോസ് എന്ന് പറയുന്നത് പോയിൻറ്റേഴ്സ് എന്ന് പറയുന്ന ആ ടോപ്പിക്കിന് ബേസ് ചെയ്തായിരിക്കും. ആദ്യത്തെ ഒരു 2-3 വീഡിയോസ് പോയിൻറ്റേഴ്സ്, അത് എന്താണ് സംഭവം, അതിൻ്റെ ബേസിക് ലോജിക്ക് എന്താണ് എന്ന സംഭവം എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പോർഷൻസ്. അപ്പം നമ്മൾ ഫുള്ള് വേർഡ് ബൈ വേർഡ് സിലബസിലുള്ള കാര്യങ്ങൾ പഠിക്കുന്നില്ല, പക്ഷേ അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ മോഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പോയിൻ്റാണ് ആദ്യത്തെ ടോപ്പിക്കായിട്ടുള്ളത്. അപ്പോൾ പോയിൻറ്റേഴ്സ് എന്താണ് നമുക്ക് നോക്കാം. ആക്ച്വലി ഈ പോയിൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഒരു ഏരിയയാണ്, വളരെ വലിയൊരു ടോപ്പിക്കാണ്. ഈ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച സ്റ്റുഡൻസിന് പോലും വളരെ ഡിഫിക്കൽട്ടായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് പോയിൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ആക്ച്വലി അത്ര ഡെപ്തായിട്ടൊന്നും പോയിൻറ്റേഴ്സിനെ പറ്റി പഠിക്കുന്നില്ല, അത്ര വലിയ ഡെപ്തിലൊന്നും ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ വളരെ ഡെപ്തിൽ പഠിക്കാൻ മാത്രമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് അല്ല നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് എക്സാമിന് ജയിക്കാൻ വേണം, മാർക്ക് വേണം എന്ന ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അല്ല കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് പഠിക്കും പോലെ അത്രത്തോളം ഡെപ്തിലൊന്നും ഈ ഒരു പ്രോഗ്രാമിൽ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പോയിൻറ്റേഴ്സ് എന്ന് പറയുന്ന സംഭവം, അതിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് മാത്രമേ നമ്മൾ ഇവിടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ വളരെ ഡെപ്തിൽ പോയിൻറ്റേഴ്സ് വെച്ചിട്ടുള്ള പ്രോഗ്രാംസൊക്കെ എഴുതി അങ്ങ് തകർക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ബേസായിട്ട് എന്താണ് പോയിൻറ്റേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമ്മൾ അടുത്ത 1-2 വീഡിയോ, ഈ വീഡിയോയും പിന്നെ അടുത്ത 1-2 വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോയിൽ ആദ്യം എന്താണ് പോയിൻറ്റേഴ്സ്, അതിൻ്റെ ബേസിക് ലോജിക്ക് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പോയിൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റൊരു വേരിയബിളിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വേരിയബിളാണ് പോയിൻ്റർ എന്ന് പറയുന്നത്. ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്ക് മനസ്സിലായില്ല എന്നറിയാം, എന്നാലും ഒന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. മറ്റൊരു വേരിയബിളിൻ്റെ അതിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വേരിയബിളാണ് പോയിൻ്റർ എന്ന് പറയുന്നത്. പോയിൻ്റർ ഈസ് എ വേരിയബിൾ വൂസ് വാല്യൂ ഓർ ഡാറ്റ. അതായത് പോയിൻ്റർ എന്ന് പറയുന്ന ഒരു വേരിയബിളാണ്. അതിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ അല്ലെങ്കിൽ ഡാറ്റ എന്ന് പറയുന്ന ഈസ് ദി അഡ്രസ് ഓഫ് അനദർ വേരിയബിൾ. മറ്റൊരു വേരിയബിളിൻ്റെ അഡ്രസ്സാണ് അതിൽ ഡാറ്റയായിട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ മറ്റൊരു വേരിയബിളിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് വേരിയബിളിനെയാണ് പോയിൻ്റർ എന്ന് പറയുന്നത്. നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലാവത്തില്ല, പക്ഷേ സിമ്പിൾ തന്നെ, കാര്യം ലോജിക്ക് മനസ്സിലാവാൻ വളരെ സിമ്പിൾ തന്നെയാണ്. ആദ്യം നമുക്ക് ഈ അഡ്രസ്സ് എന്താണെന്ന് നോക്കാം. ഞാൻ കുറേ നേരമായിട്ട് പറയുന്നത് ഈ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന എന്ന സംഭവം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ അഡ്രസ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. പോയിൻറ്റേഴ്സ് അവിടെ നിൽക്കട്ടെ, ആദ്യം അഡ്രസ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഈ പ്രോഗ്രാമിംഗ് പഠിച്ചു തുടങ്ങിയപ്പം ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്ത പ്രോഗ്രാമിൽ ഉള്ള 2 സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ ഈ കൊടുത്തിട്ടുള്ളത്. ഇവിടെ പ്രിൻ്റ് എഫ് എന്ന് കൊടുത്തിട്ട് എൻ്റെ 2 നമ്പേഴ്സ് എന്നിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ കീബോർഡ് വഴി 2 ഇൻറ്റീജർ നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ 2 ഇൻറ്റീജർ നമ്പേഴ്സാണ് കീബോർഡിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യേണ്ടത് എന്ന് ആ ഒരു ഇത് കൊടുക്കുന്നത്, ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് ഈ സ്കാൻഎഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചാണ്. അപ്പോൾ ഈ സ്കാൻഎഫ് എന്ന് കൊടുത്തിട്ട് %d എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് 2 ഇൻപുട്ട് ഡാറ്റ കീബോർഡിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കമ്പൈലർ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ %d എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 ഇൻറ്റീജർ നമ്പേഴ്സാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്, കീബോർഡിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യുന്നത്. ആ അക്സെപ്റ്റ് ചെയ്യുന്ന ഇൻറ്റീജർ വാല്യൂസ് എ എന്നും ബി എന്നും പറയുന്ന വേരിയബിളിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. കറസ്പോണ്ടിങ് ആയിട്ട് എ ആദ്യം കൊടുത്തിട്ടുണ്ട്, രണ്ടാമത് ബി എന്ന് രണ്ടാമതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്ന ഇൻറ്റീജർ വാല്യൂ എയിലോട്ട് സ്റ്റോർ ആവും, രണ്ടാമത് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്ന ഇൻറ്റീജർ നമ്പർ ബിയിലോട്ട് സ്റ്റോർ ആവും. അപ്പോൾ ഈ എയും ബിയും നമ്മൾ മെൻഷൻ ചെയ്യുന്നതിന്, ആ വേരിയബിളിൻ്റെ പേര് മെൻഷൻ ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഈ ആൻഡിൻ്റെ സിമ്പിളും കൂടെ നമ്മളോട് യൂസ് ചെയ്യുന്നുണ്ട്. ആംപർസെൻ്റ് എന്നാണ് ആ സിമ്പിളിൻ്റെ പേര്, ആൻഡിൻ്റെ സിമ്പിളും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ എവിടെയൊക്കെ സ്കാൻഎഫ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു, സ്കാൻഎഫ് എന്ന ഫംഗ്ഷൻ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നമ്മൾ കീബോർഡിൽ നിന്ന് ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും വേരിയബിളിലോട്ട് ആ വാല്യൂ സ്റ്റോർ ചെയ്യണമല്ലോ. അപ്പോൾ ആ സമയത്തെല്ലാം നമ്മൾ ഇവിടെ ഈ ആൻഡിൻ്റെ സിമ്പിൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലേ, നിങ്ങൾ ഏത് നോക്കിയാലും മതി, ഈ വേരിയബിളാണ് നമ്മളോട് മെൻഷൻ ചെയ്യുന്നതെങ്കിൽ ആ വേരിയബിളിൻ്റെ മുന്നേ ഈ ആൻഡിൻ്റെ സിമ്പിളും കൂടെ മെൻഷൻ ചെയ്തിരിക്കും. ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ
ഇവിടെ ആദ്യം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂ എ എന്ന് പറയുന്ന വേരിയബിളിലോട്ടാണല്ലോ സ്റ്റോർ ചെയ്യേണ്ടത്. ഇവിടെ ആൻഡ് എ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സിലോട്ടാണ് നമ്മൾ ആ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്. ഈ അഡ്രസ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു മെമ്മറി ലൊക്കേഷൻ, ഒരു മെമ്മറി അഡ്രസ്സ്. നമ്മൾ ഈ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ റാമിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. കമ്പ്യൂട്ടറിൻ്റെ റാമിലോട്ടാണ്, ഹാർഡ് ഡിസ്കിലോട്ടല്ല, കമ്പ്യൂട്ടറിൻ്റെ റാമിലോട്ടായിരിക്കും നമ്മൾ ആ വാല്യൂ, നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന വാല്യൂ സ്റ്റോർ ആവുന്നത്. ടെമ്പററി സ്റ്റോർ ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മൾ കീബോർഡ് വരെ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ഇൻറ്റീജർ നമ്പർ എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സിലോട്ട് സ്റ്റോർ ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നതാണ് ഈ ആൻഡിൻ്റെ സിമ്പിൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അഡ്രസ്സിലോട്ട് സ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു മെമ്മറി ലൊക്കേഷൻ കാണും. എ എന്ന് പറയുന്ന വേരിയബിളിന് അലോട്ട് ചെയ്തിരിക്കുന്ന ഒരു മെമ്മറി ലൊക്കേഷൻ കാണും. ആ മെമ്മറി ലൊക്കേഷനിലോട്ടായിരിക്കും ആ വാല്യൂ, ഇൻറ്റീജർ വാല്യൂ കൊണ്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ആ മെമ്മറി ലൊക്കേഷനിലോട്ടാണ്, ആ പറയുന്ന അഡ്രസ്സിലോട്ടാണ് സ്റ്റോർ ചെയ്യേണ്ടത് എന്ന ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ വേണ്ടിയാണ് ഈ ആൻഡിൻ്റെ സിമ്പിൾ കൊടുത്തിരിക്കുന്നത്. വെറുതെ എ എന്ന് പറയുന്ന വേരിയബിൾ മെൻഷൻ ചെയ്ത് അതിന് സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. ആ എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സിലോട്ടാണ്, അതായത് അതിൻ്റെ ആ മെമ്മറി ലൊക്കേഷൻ, റാമിൻ്റെ അകത്ത് ഒരു പർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷൻ എയ്ക്കും അതുപോലെ തന്നെ ബിക്കും ഒക്കെ അലോട്ട് ചെയ്തിട്ടുണ്ട്. ആ എ എന്ന് പറയുന്ന വേരിയബിളിന് അലോട്ട് ചെയ്തിരിക്കുന്ന ആ മെമ്മറി ലൊക്കേഷനിലോട്ട് ആ വാല്യൂ, കീബോർഡ് വരെ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്ന ഇൻപുട്ട് വാല്യൂ സ്റ്റോർ ചെയ്യണം എന്ന് കമ്പൈലറിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ആ ഒരു സംഭവമാണ് ഈ ആൻഡ് എ പിന്നെ ആൻഡ് ബി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ ഈ ആൻഡ് എന്ന സിമ്പൽ ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ അഡ്രസ്സിനെ സൂചിപ്പിക്കാനാണ്. ആ വേരിയബിളിൻ്റെ എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സിനെ സൂചിപ്പിക്കുക, അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സിനെ സൂചിപ്പിക്കുക. അപ്പോൾ ഈ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അതൊരു മെമ്മറി ലൊക്കേഷനാണ്, നമ്മൾ റാമിൻ്റെ അകത്തുള്ള ഒരു മെമ്മറി ലൊക്കേഷനാണ് അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെമ്മറി ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്, മെമ്മറി ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട്, ഇപ്പം ബില്യൺസ് ഓഫ് ലൊക്കേഷൻസ് റാം മോഡ്യൂളിൻ്റെ അകത്ത് കാണും. റാം എന്ന് പറഞ്ഞാൽ 4 GB റാമുണ്ട്, 8 GB റാമുണ്ട്, ഇപ്പോൾ 16 GB റാമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇത്രയും 16 GB ഓഫ് മെമ്മറി ലൊക്കേഷൻസ് അതിൻ്റെ അകത്ത് കാണും, അതായത് മില്യൺസ് ഓഫ് മെമ്മറി ലൊക്കേഷൻസ് അത് കാണും. അപ്പോൾ അതിലുള്ള ഓരോ മെമ്മറി ലൊക്കേഷനും, ഓരോ ഇൻഡിവിജ്വൽ മെമ്മറി ലൊക്കേഷനും അതിന് ഒരു പർട്ടിക്കുലർ അഡ്രസ്സ് അതിനുണ്ടായിരിക്കും. അതിനെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാനായിട്ട്, അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഒരു യുണീക്ക് അഡ്രസ്സ് കൊടുത്തിരിക്കും. ആ അഡ്രസ്സിലോട്ടായിരിക്കും നമ്മൾ ആ വാല്യൂവിനെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ആ അഡ്രസ്സിലോട്ടാണ് വാല്യൂ സ്റ്റോർ ചെയ്യേണ്ടത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ആൻഡിൻ്റെ സിമ്പിളോട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ അഡ്രസ്സ് എന്ന് പറയുന്ന ആ സംഭവത്തിൻ്റെ ആ ഒരു ലോജിക് എന്ന് പറയുന്നത്. അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒരു മെമ്മറി ലൊക്കേഷൻ, ആ മെമ്മറി ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഒരു കോഡ് കൊടുത്തിരിക്കും. അതിനാണ് അഡ്രസ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു ആൽഫ ന്യൂമറിക് കോഡായിരിക്കും, അതായത് ആൽഫാബെറ്റ്സും നമ്പേഴ്സും കൂടെയുള്ള ഒരു കോഡായിരിക്കും അഡ്രസ്സായിട്ട് സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ആ പർട്ടിക്കുലർ അഡ്രസ്സ് ഈ എ എന്ന് പറയുന്ന വേരിയബിളിന് അലോട്ട് ചെയ്തിരിക്കും. അതിലോട്ട് നമ്മൾ ഈ കീബോർഡ് വഴി എൻ്റർ ചെയ്യുന്ന ഡാറ്റ സ്റ്റോർ ചെയ്യുക എന്നാണ് ഈ ഇൻസ്ട്രക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആംപർസെൻറ്റ് എയും ആംപർസെൻറ്റ് ബിയും. അപ്പോൾ ഈ ആൻഡിൻ്റെ സിമ്പിൾ ഉപയോഗിച്ചാണ് ഈ അഡ്രസ്സ് എന്ന് പറയുന്ന ആ സംഭവം നമ്മളിവിടെ കൺസെപ്റ്റിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതാണ് ഈ അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ അഡ്രസ്സ്, ഈ എ എന്ന് പറയുന്നതിന് ഒരു അഡ്രസ്സ് കാണും, ബി എന്ന് പറയുന്നതിന് മറ്റൊരു അഡ്രസ്സ് ആയിരിക്കും. അപ്പോൾ ഈ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് വേരിയബിളിനെയാണ് പോയിൻ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം മറ്റൊരു വേരിയബിളുണ്ട്, ഇപ്പോൾ എ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിപ്പം അടുത്ത സ്ലൈഡിൽ പറയാം. ഇപ്പോൾ ഇത് ഇവിടെ നിൽക്കട്ടെ. ഈ ഒരു പ്രോഗ്രാം നോക്കുക. നമ്മൾ ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു പ്രോഗ്രാം, എ എന്ന് പറയുന്ന വേരിയബിൾ, ഇൻറ്റീജർ വേരിയബിൾ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തു. എയുടെ വാല്യൂ 5 എന്ന് പറഞ്ഞ് ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കീബോർഡ് വഴിയല്ല ഡാറ്റ ഇൻപുട്ടായിട്ട് എടുക്കുന്നത്. പ്രോഗ്രാമിൽ തന്നെ എയുടെ വാല്യൂ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, 5 എന്ന വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സ് എവിടെ, മെമ്മറിയിലുള്ള ഒരു പർട്ടിക്കുലർ അഡ്രസ്സ് കാണുക ആ വേരിയബിളിന്, അതിലോട്ടായിരിക്കും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എ = 5 എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി പ്രിൻ്റ് എഫ് എന്ന് പറഞ്ഞിട്ട് ദ വാല്യൂ ഓഫ് എ ഈസ് %d, എ എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് എയുടെ വാല്യൂ ജസ്റ്റ് അങ്ങ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക, അത്രയേ ഉള്ളൂ ഈ സ്റ്റേറ്റ്മെൻറ്റോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ലൈനായിരിക്കും ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ദ വാല്യൂ ഓഫ് എ ഈസ് 5 എന്ന് പറയും. ഇവിടെ %d സ്ഥാനത്തായിരിക്കും 5 വരുന്നത്. അപ്പോൾ ആ %d സ്ഥാനത്ത് എന്തിൻ്റെ വാല്യൂ ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്ന് കാണിക്കാനായിട്ടാണ് ഈ വേരിയബിൾ ഞാനിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഈ എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ പേര് ഞാനിവിടെ ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്ത്, നമ്മൾ സാധാരണ മെൻഷൻ ചെയ്യുന്ന ആ ഒരു രീതി തന്നെയാണ്. ഇനി അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ഇവിടെ അടുത്ത പ്രിൻ്റ് എഫ് എന്ന് പറഞ്ഞിട്ട് ദ അഡ്രസ് ഓഫ് ദി വേരിയബിൾ എ ഈസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ %p ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡബിൾ കോഡ്സിൻ്റെ അകത്താണ് ഈ %p കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ആൻഡ് എ എന്നിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പ്രിൻ്റ് എഫ് എന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ ഈ ആംപർസെൻറ്റ്, ആൻഡിൻ്റെ സിമ്പിൾ യൂസ് ചെയ്യാറില്ല. ഇതെവിടെ കണ്ടല്ലോ, പ്രിൻ്റ് എഫ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ എന്തെങ്കിലും ഇപ്പം %d സ്ഥാനത്ത് എന്തെങ്കിലും വേരിയബിളിൻ്റെ വാല്യൂ ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെങ്കിൽ ആ വേരിയബിൾ ജസ്റ്റ് ആ പേര് മാത്രം അങ്ങ് മെൻഷൻ ചെയ്താൽ മതി. ആൻഡിൻ്റെ സിമ്പിൾ ഒന്നും സാധാരണ നമ്മൾ യൂസ് ചെയ്യാറില്ല പ്രിൻ്റ് എഫിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൂടെ. ആൻഡിൻ്റെ സിമ്പിൾ നമ്മൾ എപ്പോഴാണ് പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നത്, സാധാരണഗതിയിൽ ഈ സ്കാനഫിൻ്റെ കൂടെയാണ് സാധാരണ ഈ ആൻഡിൻ്റെ സിമ്പിൾ യൂസ് ചെയ്യുന്നത്. അത് ആ അഡ്രസ്സിലോട്ടാണ് സ്റ്റോർ ചെയ്യേണ്ടത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ആൻഡിൻ്റെ സിമ്പിൾ യൂസ് ചെയ്യുന്നത്. അല്ലാതെ പ്രിൻ്റ് എഫിൻ്റെ കൂടെ നമ്മൾ സാധാരണ ഈ ആൻഡിൻ്റെ സിമ്പിൾ ഇതുവരെ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല.
പക്ഷേ ഇവിടെ ഇപ്പം ഞാൻ പ്രിൻ്റ് ഓഫ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് അകത്താണ് ഈ ആൻഡ് എ എന്ന സംഭവം ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ പെർസെൻറ്റേജ് പി എന്നാണ് കൊടുത്തത്. ഈ പെർസെൻറ്റേജ് പി എന്നാണെന്ന് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഇവിടെ പെർസെൻറ്റേജ് ഡിക്ക് പകരം പെർസെൻറ്റേജ് പി ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്ത് വാല്യൂ ആണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അതാണ് ഞാനിവിടെ ഈ കോമ ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ ആൻഡ് എ എന്നാണ് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ പെർസെൻറ്റേജ് പിയുടെ സ്ഥാനത്ത് ഈ എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സ് ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും വരുന്നത്. ദ അഡ്രസ് ഓഫ് വേരിയബിൾ എ ഈസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ഇങ്ങനെ ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു ആൽഫ ന്യൂമറിക് നമ്പർ ഇവിടെ വന്നിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ആക്ച്വലി മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സാണ്. ഈ എ എന്ന് പറയുന്ന വേരിയബിൾ ഇവിടെ 5 എന്ന വാല്യൂ സ്റ്റോർ ചെയ്തല്ലോ. 5 എന്ന വാല്യൂ ആണ് ഇപ്പോൾ എ എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ 5 എന്ന് പറയുന്ന വാല്യൂ ഈ മെമ്മറി അഡ്രസ്സിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ മെമ്മറി അഡ്രസ്സ് എ എന്ന് പറയുന്ന വേരിയബിളിന് അലോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ അറ്റ് പ്രസൻറ്റ് 5 എന്ന വാല്യൂ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ മെമ്മറി അഡ്രസ്സാണ് ഈ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു ആൽഫ ന്യൂമറിക് നമ്പർ ആണെന്ന് പറയാം. ഇവിടെ പെർസെൻറ്റേജ് ഡി ആണ് കൊടുക്കുന്നതെങ്കിൽ ഈ ആൽഫബറ്റ് ഒന്നും ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം പെർസെൻറ്റേജ് ഡി എന്ന് പറയുന്നത് ഇൻറ്റീജർ നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് പെർസെൻറ്റേജ് ഡി ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ അഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു ആൽഫ ന്യൂമറിക് നമ്പർ ആണെന്ന് പറയാം. അപ്പോൾ അതിന് നമുക്ക് ഈ പെർസെൻറ്റേജ് ഡി എന്നിവിടെ മെൻഷൻ ചെയ്ത ഈ ഒരു അഡ്രസ്സിൻ്റെ ഈ ഒരു സംഭവം നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ പെർസെൻറ്റേജ് പി എന്ന് കൊടുത്തത്. ഇവിടെ പെർസെൻറ്റേജ് എഫ് യൂസ് ചെയ്യാനൊക്കത്തില്ല, പെർസെൻറ്റേജ് സിയും യൂസ് ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ ഇതെന്ന് പറയുന്ന അഡ്രസ്സാണ്. പെർസെൻറ്റേജ് എസ് യൂസ് ചെയ്യാനൊക്കത്തില്ല, കാരണം ഇത് സ്ട്രിംഗ് ഡാറ്റയല്ല, ഇതൊരു ആൽഫ ന്യൂമറിക് നമ്പറാണ്, ഹെക്സാഡെസിമൽ നമ്പർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പെർസെൻറ്റേജ് പി എന്ന സംഭവമാണ് യൂസ് ചെയ്യുന്നത്. സാധാരണ ഈ അഡ്രസ്സ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു സംഭവമാണ് പെർസെൻറ്റേജ് പി എന്ന് പറയുന്നത്. മെമ്മറി അഡ്രസ്സ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് പെർസെൻറ്റേജ് പി. അതുകൊണ്ടാണ് ഞാനിവിടെ പെർസെൻറ്റേജ് പി യൂസ് ചെയ്തത്. പെർസെൻറ്റേജ് ഡിയോ പെർസെൻറ്റേജ് എഫോ ഒന്നും അവിടെ ഉപയോഗിക്കാനൊക്കത്തില്ല. അതുകൊണ്ടാണ് പെർസെൻറ്റേജ് പി യൂസ് ചെയ്തത്. ഇവിടെ ഞാൻ ആൻഡ് എ എന്നാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ആൻഡ് എ എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളതെങ്കിൽ ഈ എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സ് ആയിരിക്കും അതുപോലെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ആ അഡ്രസ്സ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് ഈ ആൻഡ് എന്ന സംഭവം ഇവിടെ കൊടുത്തിട്ടുള്ളത്, സ്പെഷ്യലായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ അഡ്രസ്സ് ഡിസ്പ്ലേ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ഈ ഒരു പർട്ടിക്കുലർ അഡ്രസ്സിലാണ് ഈ 5 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്തിരിക്കുന്നതെന്ന് പറയാം. അപ്പോൾ ഈ അഡ്രസ്സ് നമുക്ക് എ എന്ന് പറയുന്ന വേരിയബിളിന് അലോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അറ്റ് പ്രസൻറ്റ് 5 എന്ന് പറയുന്ന ഇൻറ്റീജർ നമ്പറാണ് ഈ അഡ്രസ്സിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ അഡ്രസ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷൻ എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു വാല്യൂ ഉണ്ടല്ലോ, ഈ ഒരു ആൽഫ ന്യൂമറിക് കോഡ് അത് സ്റ്റോർ ചെയ്യാൻ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വേരിയബിൾ വേണ്ടി വരും. അല്ല സാധാരണ വേരിയബിൾ, സാധാരണ ഇൻറ്റീജർ വേരിയബിളിലോ അല്ലെങ്കിൽ സാധാരണ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിളിലോ ഒന്നും ഈ ഒരു നമ്പർ, ഈ ഒരു കോഡ്, ഈ ഒരു അഡ്രസ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ഈ ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ആ വേരിയബിളിനെയാണ് പോയിൻ്റർ എന്ന് പറയുന്നത്. സാധാരണ ഡാറ്റ ടൈപ്പിൽ, ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിൽ അല്ലെങ്കിൽ ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ള ഒരു വേരിയബിളിലോട്ട് ഈ വാല്യൂ സ്റ്റോർ ചെയ്യാനൊക്കത്തില്ല, ഈ ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ ഈ ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മളൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും. ആ വേരിയബിളിനെയാണ്, ആ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വേരിയബിളിനെയാണ് ഈ പോയിൻ്റർ എന്ന് പറയുന്നത്. അപ്പം അത് തന്നെ ഈ ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിളിൻ്റെ അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ അതിന് ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള ഒരു പോയിൻ്റർ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള ഒരു പോയിൻ്റർ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിളിൻ്റെ അഡ്രസ്സാണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ള പോയിൻ്റർ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് നമുക്ക് അടുത്ത പ്രോഗ്രാമിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഈ അഡ്രസ്സ് എന്ന് പറയുന്ന സംഭവം. ഈ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വേരിയബിളിനെയാണ് നമ്മൾ പോയിൻ്റർ എന്ന് പറയുന്നത്. ബേസിക്കലി ഇത്രയേ ഉള്ളൂ പോയിൻ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ചിലപ്പോൾ ഇവിടെ ഈ പെർസെൻറ്റേജ് പിക്ക് പകരം പെർസെൻറ്റേജ് യു അല്ലെങ്കിൽ പെർസെൻറ്റേജ് എക്സ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. നമ്മുടെ ബാലഗുരു സ്വാമിയുടെ ബുക്കിൽ പെർസെൻറ്റേജ് യു ആണെന്ന് തോന്നുന്നു, പെർസെൻറ്റേജ് യു ആണ് യൂസ് ചെയ്യുന്നത്. പെർസെൻറ്റേജ് പിക്ക് പകരം പെർസെൻറ്റേജ് യു ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ബാലഗുരു സ്വാമിയുടെ ബുക്കിൽ. കുറച്ചും കൂടെ പുതിയ ബുക്കുകളാണ് ഈ ബാലഗുരു സ്വാമിയുടെ ബുക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് പഴയ ബുക്കാണെന്ന് പറയാം. കുറച്ചും കൂടെ പുതിയ ബുക്ക്, അത് ലേറ്റസ്റ്റ് എഡിഷനൊക്കെ ഉണ്ട് എങ്കിലും ആ ബുക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് പഴയ ബുക്ക് തന്നെയാണ്. അതേസമയം പുതിയതായിട്ട് എഴുതിയ ബുക്കിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പെർസെൻറ്റേജ് എക്സ് എന്നായിരിക്കും കൊടുത്തിട്ടുള്ളത്. ഈ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ ഈ പെർസെൻറ്റേജ് യു, പെർസെൻറ്റേജ് എക്സ്, പെർസെൻറ്റേജ് പി ഇതെല്ലാം സത്യം പറഞ്ഞാൽ യൂസ് ചെയ്യാം. ഈ ഒരു അഡ്രസ്സ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഈ പെർസെൻറ്റേജ് യു, പെർസെൻറ്റേജ് എക്സ്, പെർസെൻറ്റേജ് പി എല്ലാം യൂസ് ചെയ്യാം. പക്ഷേ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പെർസെൻറ്റേജ് പി എന്ന ടേമാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. ഈ ലേറ്റസ്റ്റ് എന്ന് പറയുമ്പോൾ സാധാരണ ഇതിൽ പണ്ടത്തെ ഇതായിരുന്നെങ്കിൽ ഈ റാമിൻ്റെ സൈസ് എന്ന് പറയുന്നത് 4 MB അല്ലെങ്കിൽ 8 MB, 16 MB അല്ലെങ്കിൽ 128 MB ആ ഒരു സൈസിലായിരുന്നു റാം അവൈലബിൾ ആയിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ പെർസെൻറ്റേജ് യു ഒക്കെ മതിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് റാമിൻ്റെ സൈസ് 256 MB ആയി.
512 MB ആയി, 1 GB ആയി, 2 GB ആയി. അപ്പോൾ ആ സമയമൊക്കെ ആയപ്പോഴേക്കും അതിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ വലിയ അഡ്രസ്സായിരിക്കും. ഈ സാധാരണ 4 MB റാമിനേക്കാളും അതിൻ്റെ അഡ്രസ്സിനേക്കാളും കുറച്ചുകൂടെ വലുതായിരിക്കും ചിലപ്പം 2 GB റാമിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പർട്ടിക്കുലർ അഡ്രസ്സ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് %X മതിയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഈ റാമിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 16 GB അല്ലെങ്കിൽ 32 GB അത്രയും കൂടിയ സൈസിലുള്ള റാമൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റാമിൻ്റെ സൈസ് കൂടുന്തോറും അഡ്രസ്സിൻ്റെ ലെങ്തും കൂടുതലായിരിക്കും. ഇവിടെ തന്നെ വേണ്ടിയില്ല, ഇത്രയും ലെങ്തുള്ള ഇത്രയും എത്ര ഡീൽസ് ഉണ്ട്, ഇപ്പം 4, 8, 12, 16 അത്ര ഡീൽസോളം ഉണ്ട്. അപ്പോൾ അത്രയും ഡീറ്റെയിൽ അത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു അഡ്രസ്സാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ അത്രയും ലെങ്ത് കൂടുന്നതുകൊണ്ട് ഈ %Uം %Xും മതിയാവത്തില്ല, %P എന്ന ആ ഒരു ടേം തന്നെ യൂസ് ചെയ്യണം എന്നാണ് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ചിലപ്പം %Uം %Xും ഒക്കെ ആയിരിക്കും കാണുന്നത്. അതും ശരി തന്നെയാണ്. നിങ്ങൾ എഴുതുമ്പം %P എന്ന സംഭവം യൂസ് ചെയ്താൽ മതി. ഇപ്പം സത്യം പറഞ്ഞാൽ ഈ പോയിൻറ്റേഴ്സ് ഈ അഡ്രസ്സ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ %P എന്ന ടേമാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ഒരു പ്രോഗ്രാം ഡിസ്കസ് ചെയ്യാം. സിമ്പിളായിട്ടുള്ളൊരു പ്രോഗ്രാം. ഇത് വെറും ഷോയ്ക്കുള്ള പ്രോഗ്രാമാണ്. ഇത് കാണാതെ അവിടെ ഇരിക്കുകയെന്ന് വേണ്ട. എക്സാമിന് ഈ പ്രോഗ്രാം ചോദിക്കുകയൊന്നുമില്ല. ഈ സംഭവം പോയിൻറ്റേഴ്സ് എന്ന് പറയുന്നതിൻ്റെ സംഭവം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ വെറുതെ ഡെമോയ്ക്ക് ഉണ്ടാക്കിയ ഒരു പ്രോഗ്രാമാണ്. ശ്രദ്ധിക്കുക. ഇവിടെ സാധാരണ പോലെ ഹാഷ് ഇൻക്ലൂഡ് സ്റ്റുഡിയോ.h എന്ന് കൊടുത്തു, ഇൻഡ് മെയിൻ എന്ന് കൊടുത്തു. ഇനി ആദ്യം ഞാനിവിടെ ആൽഫ എന്ന് പേരുള്ള ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. നമുക്ക് തന്നെ അറിയാം ഈ ഇൻഡ് ആൽഫ = 10. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ആൽഫ എന്ന് പേരുള്ള ഒരു ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ വാല്യൂ 10 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യുകയും ചെയ്തു. എനിക്ക് ഈ ആൽഫ എന്ന് പറയുന്ന അപ്പോൾ ഈ ആൽഫ എന്ന് പറയുന്ന വേരിയബിളിൽ ഇപ്പം 10 എന്ന വാല്യൂ ആണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ ആൽഫ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സ് ഒന്നും എനിക്കറിയത്തില്ല, എന്താണ് അഡ്രസ്സ് എന്ന്. അതിൻ്റെ മെമ്മറി ലൊക്കേഷൻ്റെ ആ ഒരു കോഡ് ഞാൻ നേരത്തെ കണ്ടതാ. ഈ കാണുന്ന ഈ കോഡൊന്നും നമുക്കറിയത്തില്ല ആക്ച്വലി. എനിക്കിപ്പം ഇതിൻ്റെ ഈ ആൽഫ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനായിട്ടുള്ളൊരു പോയിൻ്റർ എനിക്കിവിടെ ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യണം. അങ്ങനെ ഒരു പോയിൻ്റർ ഡിക്ലെയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഇതാ ഇവിടെ തന്നെ ഈ കൊടുത്തിട്ടുള്ളത്. നമുക്ക് പോയിൻ്ററിന് എന്ത് പേര് വേണോ കൊടുക്കാം. ഇതുമായിട്ട് സാമ്യമുള്ള പേര് വേണമെങ്കിൽ കൊടുക്കാം, ഒരു സാമ്യത ഇല്ലാത്ത ഒരു സിമിലാരിറ്റി ഇല്ലാത്ത പേര് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ ഞാൻ പോയിൻ്റർ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇൻ്റെന്ന് എഴുതി, ഇവിടെ സ്റ്റാർ എന്നിട്ടിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇൻ്റെന്ന് എഴുതി സ്റ്റാർ എന്നിട്ടിട്ട് ഞാൻ ആ പോയിൻ്ററിന് ഒരു പേര് കൊടുത്തു. PNUM1 എന്ന് പറഞ്ഞൊരു സംഭവം കൊടുത്തു. സാധാരണ നമ്മളൊരു പോയിൻ്ററാണ് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ, ഒരു പോയിൻ്റർ വേരിയബിളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിന് സാധാരണ പോയിൻ്റർ വേരിയബിൾ എന്നാണ് നമ്മൾ സാധാരണ അതിനെ വിളിക്കുന്നത്. പോയിൻ്റർ എന്ന് വിളിക്കാറില്ല, പോയിൻ്റർ വേരിയബിൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഒരു പോയിൻ്റർ വേരിയബിളാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ സാധാരണ സ്മോൾ ലെറ്റർ Pയിലാണ് നമ്മൾ ആ പേര് സ്റ്റാർട്ട് ചെയ്യണം, അതിൻ്റെ നെയിമിങ് സ്റ്റാർട്ട് ചെയ്യണം. അതൊരു അൺറിട്ടൺ റൂൾ എന്നൊക്കെ പറയാം, പെട്ടെന്ന് മനസ്സിലാവാനായിട്ട്. അതൊരു പോയിൻ്റർ വേരിയബിൾ ആണ് എന്ന് മനസ്സിലാക്കാനായിട്ട്, അതിൻ്റെ പേര് കാണുമ്പോൾ തന്നെ അതൊരു പോയിൻ്റർ വേരിയബിൾ ആണ് എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ സാധാരണ സ്മോൾ ലെറ്റർ Pയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊരു അൺറിട്ടൺ റൂൾ എന്ന് പറയാം. സാധാരണ പ്രോഗ്രാമേഴ്സൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റൈൽ ഓഫ് പ്രോഗ്രാമിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ പോയിൻ്റർ ആയതുകൊണ്ട് നമ്മൾ സ്മോൾ ലെറ്റർ Pയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ സാധാരണ പോയിൻ്റർ വേരിയബിൾ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പോയിൻ്റർ വേരിയബിൾ ആണ് ഡിക്ലെയർ ചെയ്യുന്നത് എന്ന് കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ഈ ഒരു സ്റ്റാറിൻ്റെ സിമ്പൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ സ്റ്റാറിൻ്റെ സിമ്പൽ ഇല്ല എങ്കിൽ ഒരു സാധാരണ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് പോലെയാവും. ഈ സ്റ്റാറിൻ്റെ സിമ്പൽ ഇല്ല എങ്കിൽ ഇൻഡ് PNUM1 എന്ന് പറയുന്ന ഈ ഒരു പേരുള്ള ഒരു സാധാ ഇൻറ്റീജർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന പോലെ ആയിപ്പോവും. പക്ഷേ നമ്മളിവിടെ ഡിക്ലെയർ ചെയ്യുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഈ ആൽഫ എന്ന് പറയുന്ന ഇൻറ്റീജർ വേരിയബിളിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പോയിൻ്ററാണ് നമ്മളിവിടെ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പം ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സാണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ അതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന പോയിൻ്ററും ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്തത്. ശ്രദ്ധിക്കുക, ആൽഫ എന്ന് പറയുന്ന ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിളാണ്. അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള ഒരു പോയിൻ്റർ തന്നെ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള ഒരു പോയിൻ്റർ ഡിക്ലെയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഈ കാണുന്നത്. ഇൻ്റെന്ന് എഴുതി സ്റ്റാർ എന്നിട്ടിട്ടാണ് നമ്മൾ ആ പോയിൻ്ററിൻ്റെ പേര് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റാർ, അതായത് ആസ്റ്ററിക് എന്ന് പറയുന്ന സിമ്പിളാണിത്, നമുക്ക് സ്റ്റാർ എന്ന് ഇവിടെ പറയാം. അപ്പോൾ സ്റ്റാർ ഇട്ട കമ്പൈലറിന് മനസ്സിലാവും അതൊരു പോയിൻ്റർ വേരിയബിളാണ് എന്ന് കമ്പൈലറിന് മനസ്സിലാവും. അപ്പോൾ അത് മനസ്സിലാവാൻ വേണ്ടിയാണ് ഈ സ്റ്റാർ എന്ന് പറയുന്ന സിമ്പിൾ ഇട്ട് കൊടുക്കുന്നത്. ഇത് സാധാരണ ഈ പോയിൻ്റർ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് സാധാരണ ഈ സ്റ്റാർ എന്ന സംഭവം ഇട്ട് കൊടുക്കുന്നത്. അല്ലാതെ ഈ ഒരു വേർഡ് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു അവിടെയെല്ലാം സ്റ്റാർ ഇട്ട് കൊടുക്കത്തില്ല. സാധാരണ ഈ പോയിൻ്റർ ഡിക്ലെയർ ചെയ്യുന്ന, അതായത് പോയിൻ്റർ ക്രിയേറ്റ് ചെയ്യുന്ന ആ സ്റ്റേറ്റ്മെൻറ്റിൽ മാത്രമേ ഈ സ്റ്റാർ എന്ന സിമ്പിൾ ഇട്ട് കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഇൻഡ് സ്റ്റാർ എന്ന് എഴുതി അതിൻ്റെ കൂടെ തന്നെ പോയിൻ്ററിൻ്റെ പേരും കൂടെ ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പോയിൻ്റർ വേരിയബിൾ ആണ് എന്ന് കാണുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയാണ് ഈ സ്മോൾ ലെറ്റർ P എന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്.
എന്നിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ജസ്റ്റ് ആ പോയിൻ്റ് വേരിയബിളിൻ്റെ പേര് എന്നോട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ രണ്ടാമതെടുത്ത് എഴുതപ്പം ഈ സ്റ്റാറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പി നം1 എന്ന് എഴുതിയിട്ട് ഈക്വൽ ടു ആൻഡ് ആൽഫ എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആൽഫ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സ് എന്താണോ, അപ്പോൾ ആ അഡ്രസ്സിനെ നമുക്ക് അത് അസസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ആൻഡിൻ്റെ സിമ്പിൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ആൽഫ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സ് എന്താണോ ആ അഡ്രസ്സിനെ pnum1 എന്ന് പറയുന്ന ആ ഒരു പോയിൻ്റർ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ആൽഫ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സിൽ ഇപ്പോൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എത്രയാണ്? 10 എന്ന വാല്യൂ ആണ് ആൽഫ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സിൽ ഇപ്പോൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ആൽഫ എന്ന സംഭവം ഇട്ട് കൊടുത്താൽ അതിൻ്റെ അഡ്രസ്സ് എന്താണോ ആ അഡ്രസ്സാണ് ഈ pnum1 എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഈ കാണുന്നതാണ് അതിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത്. ഈ കാണുന്ന ഈ വാല്യൂ ആണ് ഈ pnum1 എന്ന് പറയുന്ന ആ പോയിൻ്റർ വേരിയബിളിലോട്ട് സ്റ്റോർ ആവുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ആൽഫ എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള ഒരു വേരിയബിളാണ്. അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഈ ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള ഒരു പോയിൻ്റർ നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള ഒരു പോയിൻ്റർ വേരിയബിളിൽ മാത്രമേ അതിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇതൊന്ന്. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഞാനിവിടെ ബീറ്റ എന്ന് പറയുന്ന പേരുള്ള ഒരു ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള ഒരു വേരിയബിൾ ഞാനിവിടെ ഡിക്ലെയർ ചെയ്തു. ഫ്ലോട്ട് ബീറ്റ ഈക്വൽ ടു 15.5. അപ്പോൾ ഇവിടെ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള ഒരു വേരിയബിളാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇനിഷ്യൽ വാല്യൂ 15.5 എന്ന് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഈ ബീറ്റ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സ് ഒരു പോയിൻ്ററിലോട്ട് സ്റ്റോർ ചെയ്യണം. അപ്പോൾ അവിടെ നമ്മൾ ഒരു പുതിയ പോയിൻ്റർ ഡിക്ലെയർ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലാണ് ഈ ബീറ്റ എന്ന് പറയുന്ന വേരിയബിൾ. അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള ഒരു പോയിൻ്റർ നമുക്ക് ഡിക്ലെയർ ചെയ്യണം. ഇൻ്റെ ഡാറ്റ ടൈപ്പിലുള്ള ഒരു പോയിൻ്റർ ഡിക്ലെയർ ചെയ്താൽ പോരാ, ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള പോയിൻ്റർ ഡിക്ലെയർ ചെയ്യണം. അതിനാണ് ഞാൻ ഇവിടെ ഫ്ലോട്ട് എന്ന് എഴുതി ഈ സ്റ്റാറിൻ്റെ സിമ്പിൾ എഴുതിയിട്ട് pnum2 എന്നൊന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പിയിൽ സ്റ്റാർട്ട് ചെയ്ത് എന്തോന്ന് വെച്ചാൽ അതൊരു പോയിൻ്റർ വേരിയബിളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് പി എന്ന് സ്മോൾ ലെറ്റർ പിയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ num1 എന്ന് അതിന് പകരം അടുത്ത ഒരു പോയിൻ്റർ ക്രിയേറ്റ് ചെയ്തപ്പോൾ num2 എന്ന് പേര് കൊടുത്തതേ ഉള്ളൂ. പക്ഷേ എന്തായാലും പിയിലാണ് സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫ്ലോട്ട് എന്ന കീവേഡ് എഴുതിയിട്ട് സ്റ്റാർ എന്ന് ഇട്ടിട്ടാണ് അതിൻ്റെ പേര്, പോയിൻ്റർ വേരിയബിളിൻ്റെ പേര് നെയിം എന്താണെന്ന് ഞാനിവിടെ മെൻഷൻ ചെയ്തത്. എന്നിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ pnum ഈക്വൽ ടു ആൻഡ് ബീറ്റ എന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ബീറ്റ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സ് എന്താണോ ആ അഡ്രസ്സ് ഈ pnum2 എന്ന് പറയുന്ന പോയിൻ്റർ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യും. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റാണിത്. ഈ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് അഡ്രസ്സ് എന്ന്. ഇതെല്ലാം നമ്മൾ അവസാനം ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ഈ അഡ്രസ്സാണ് ഈ ബീറ്റ എന്ന് പറയുന്ന ആ വേരിയബിളിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഡ്രസ്സായിരിക്കും ഈ pnum2 എന്ന് പറയുന്ന ആ പോയിൻ്റർ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഈ അഡ്രസ്സിൽ ഇപ്പോൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ എന്താണ്? 15.5 എന്ന് പറയുന്ന വാല്യൂ ആണ് ഈ അഡ്രസ്സിൽ ഇപ്പോൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഒരു ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ള ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഗാമ എന്ന് പേരുള്ള ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ള ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് എച്ച് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ സ്റ്റോർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സ്മോൾ ലെറ്റർ എച്ച് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ സ്റ്റോർ ചെയ്തിട്ടുമുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ഈ ഗാമ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു പോയിൻ്റ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിപ്പം ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിളാണിത്. അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യണമെങ്കിൽ ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ള ഒരു പോയിൻ്ററും നമ്മൾ ഡിക്ലെയർ ചെയ്യണം. അതിൻ്റെ സെയിം ഡാറ്റ ടൈപ്പിൽ തന്നെ നമ്മൾ പോയിൻ്റർ ഡിക്ലെയർ ചെയ്താൽ മാത്രമേ അതിൻ്റെ അഡ്രസ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഗാമ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് പുതിയൊരു വേരിയബിൾ ഞാനിവിടെ ഡിക്ലെയർ ചെയ്യുന്നത്. കാരണം മുമ്പ് ക്രിയേറ്റ് ചെയ്തത് ഇൻറ്റീജറും ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള പോയിൻ്റർ വേരിയബിൾസാണ് ഞാനിവിടെ ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ ഇതിലൊന്നും എനിക്ക് ഈ ഗാമ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ഗാമ ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ളതാണ്. അപ്പം ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ള ഒരു പുതിയൊരു പോയിൻ്റർ വേരിയബിൾ ഞാനിവിടെ ഡിക്ലെയർ ചെയ്യുകയാണ്. ചാർ എന്ന കീവേഡ് എഴുതി എന്നിട്ട് സ്റ്റാറിൻ്റെ സിമ്പിൾ ഇട്ട് pnum3 എന്നിവിടെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പം പോയിൻ്റർ വേരിയബിൾ എന്ന് കാണിക്കാൻ വേണ്ടിയാണ് സ്മോൾ ലെറ്റർ പിയിൽ ഞാൻ ആ പേര് സ്റ്റാർട്ട് ചെയ്തത്. pnum3 എന്ന് എഴുതിയിട്ട് സത്യം പറഞ്ഞാൽ അടുത്ത സ്റ്റേറ്റ്മെൻറ്റിന് കൂടെ ഞാൻ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് കൂടെ അങ്ങ് ജോയിൻ ചെയ്ത് എഴുതിയിരിക്കുകയാണ്. നമ്മളിവിടെ എന്ന് പറഞ്ഞാൽ ഈ ആദ്യം ഈ ഫ്ലോട്ട് pnum2 എന്ന് പറഞ്ഞുകൊണ്ടൊരു ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള പോയിൻ്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് ഈ ആൻഡ് ബീറ്റ എന്ന് പറയുന്ന അതിൻ്റെ അഡ്രസ്സ് ഈ pnum2 സ്റ്റോർ ചെയ്യുന്നത്. അതേസമയം ഞാൻ ഇവിടെ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കൂടെ കമ്പൈൻ ചെയ്ത് എഴുതിയിരിക്കുന്ന ഒരു രീതിയാണ് ഞാൻ ഇവിടെ ഫോളോ ചെയ്തത്. നമുക്ക് ഇങ്ങനെയും സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. ഇവിടെ ഞാൻ ചാർ എന്ന ഡാറ്റ ടൈപ്പിൽ pnum3 എന്ന് പറയുന്ന ഒരു പോയിൻ്റർ വേരിയബിൾ ഞാനിവിടെ ഡിക്ലെയർ ചെയ്തു. പോയിൻ്റർ വേരിയബിൾ എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ സ്റ്റാർ കൂടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ സ്റ്റാർ ഇല്ല എങ്കിൽ സാധാ ഒരു ക്യാരക്ടർ വേരിയബിൾ ആയിപ്പോവും.
അപ്പോൾ ഇവിടെ പോയിൻ്റർ വേരിയബിൾ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ സ്റ്റാറിൻ്റെ സിമ്പിൾ ഇട്ടിട്ടുള്ളത്. ഇങ്ങനെ ചാർ സ്റ്റാറിൻ്റെ സിമ്പിൾ p_num3 എന്ന് എഴുതിയിട്ട് അവിടെ തന്നെ ഈക്വൽ ടു ആൻഡ് ഗാമ എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഗാമ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സ് എന്താണോ ആ അഡ്രസ്സ് ഇതിലോട്ടങ്ങ് സ്റ്റോർ ചെയ്യും. p_num3 എന്ന് പറയുന്ന പോയിൻ്റ് വേരിയബിളിലോട്ടങ്ങ് സ്റ്റോർ ചെയ്യും. അപ്പോൾ അത് സെപ്പറേറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് അടുത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് സെപ്പറേറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുത്തില്ല. ഈ ക്യാരക്ടർ ഈ പോയിൻ്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന ആ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ കൊടുക്കാം. അതിൻ്റെ ഇനിഷ്യൽ വാല്യൂവും കൂടെ നമുക്കൊന്ന് കൊടുക്കാനൊക്കെ. ഇനിഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അഡ്രസ്സ് എന്താണോ ഗാമ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സ് എന്താണോ അത് ഈ വേരിയബിളിലോട്ടങ്ങ് സ്റ്റോർ ചെയ്യുക. അപ്പം നമുക്കിങ്ങനെ സെപ്പറേറ്റ് രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഒറ്റ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെ അങ്ങ് എഴുതി പോകാം. അപ്പം നമ്മൾ ഇനി സാധാരണ ഈ ഒരു രീതിയായിരിക്കും മിക്കവാറും ഫോളോ ചെയ്യുന്നത്. അതായത് ഒറ്റയടിക്ക് രണ്ട് ഡിഫറൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് എഴുതാതെ അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഒറ്റ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് അങ്ങ് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഗാമ എന്ന് പറയുന്ന ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിളിൻ്റെ അഡ്രസ്സ് എനിക്കൊരു പോയിൻ്ററിൽ സ്റ്റോർ ചെയ്യണം, പോയിൻ്റ് വേരിയബിളിൽ സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ചാർ ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ള ഒരു പോയിൻ്റ് വേരിയബിൾ ഞാനിവിടെ ഡിക്ലെയർ ചെയ്യുന്നു. സ്റ്റാർ p_num3 എന്ന് പറഞ്ഞൊരു പോയിൻ്റ് വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. അപ്പോൾ തന്നെ അതിൻ്റെ അഡ്രസ്സ് ഗാമ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സ് എന്താണോ അത് ഈ p_num3 എന്ന് പറയുന്ന വേരിയബിളോട്ട് സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു. രണ്ടും കൂടെ ഒരുമിച്ചങ്ങ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ആക്ച്വലി സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇതാണ് അഡ്രസ്സ് എന്ന് പറയുന്നത്. ഈ ഗാമ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഈ അഡ്രസ്സാണ് ഈ p_num3 എന്ന് പറയുന്ന വേരിയബിളോട്ട് അങ്ങ് സ്റ്റോർ ആവുന്നത്. അപ്പോൾ ഇതെല്ലാമായി അപ്പം ഓരോന്നിൻ്റെയും 3 വേരിയബിളിൻ്റെയും അതിൻ്റെ അഡ്രസ്സ് ഓരോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിൻ്റ് വേരിയബിളിലോട്ട് നമ്മൾ സ്റ്റോർ ചെയ്തു. ഇനി നമ്മൾ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് നോക്കിയാണ്. പ്രിൻ്റ് ഓഫ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എഴുതി ദ അഡ്രസ് ഓഫ് ആൽഫ ഈസ് %p എന്ന് കൊടുത്ത് നമുക്ക് അഡ്രസ്സാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. %d %f ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ ഒക്കത്തില്ല. അത് ഇങ്ങനത്തെ ഒരു ആൽഫ ന്യൂമറിക് നമ്പറാണല്ലോ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി അഡ്രസ്സാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ %p എന്നായിരിക്കും കൊടുക്കുന്നത്. എന്നിട്ട് ആ വേരിയബിളിൻ്റെ പേര് മാത്രം ഞാൻ ജസ്റ്റ് അങ്ങ് മെൻഷൻ ചെയ്തു. ഈ പോയിൻ്റർ വേരിയബിൾ ഈ p_num1 എന്ന് പറഞ്ഞാൽ ഒരു പോയിൻ്റർ വേരിയബിൾ ആണല്ലോ. ആ പോയിൻ്റർ വേരിയബിളിൻ്റെ പേര് ജസ്റ്റ് അങ്ങ് മെൻഷൻ ചെയ്തു. ഇവിടെ നമുക്കിവിടെ ആൻഡിൻ്റെ സിമ്പിൾ ഒന്നും യൂസ് ചെയ്യേണ്ട. കാരണം ആൻഡിൻ്റെ സിമ്പിൾ യൂസ് ചെയ്ത അഡ്രസ്സിനെ ഈ p_num1 സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ പോയിൻ്റർ വേരിയബിൾ മാത്രം ഇവിടെ അങ്ങ് മെൻഷൻ ചെയ്താൽ മാത്രം മതി. അല്ലാതെ ഇവിടെ പിന്നെ ആൻഡിൻ്റെ സിമ്പിൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ആൻഡിൻ്റെ സിമ്പിൾ യൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ ആൽഫ എന്ന സംഭവം ആയിരിക്കണമായിരുന്നു. അപ്പോൾ ഇവിടെ ആൻഡിൻ്റെ ഈ ആൽഫ എന്ന് പറയുന്നതിൻ്റെ അഡ്രസ്സ് നമ്മൾ ഇതിലോട്ട് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഒരു പോയിൻ്റർ വേരിയബിൾ മാത്രം ഞാൻ ഇവിടെ സാധാ ഡിസ്പ്ലേ ചെയ്താൽ മതി. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് ഈ ആദ്യത്തെ ലൈൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ p_num1 എന്ന് പറയുന്ന ആ വേരിയബിൾ ഇപ്പോൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ ഇതാണ്. അത് ജസ്റ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു നമ്പർ ആയതുകൊണ്ട്, ഇങ്ങനെ ഒരു ആൽഫ ന്യൂമറിക് നമ്പർ ആയതുകൊണ്ട് അത് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് %p തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ദ അഡ്രസ് ഓഫ് ആൽഫ ഈസ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഇവിടെ തെറ്റിപ്പോയി. ഇവിടെ ആൽഫ കഴിഞ്ഞിട്ട് ഇവിടെ ബീറ്റയും ഇവിടെ ഗാമയും വരണമായിരുന്നു. അത് മിസ്റ്റേക്കാണ്. അത് ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്യുക. ഞാനിവിടെ ആൽഫ എന്നുള്ള വീണ്ടും മാറ്റിയില്ല. ആൽഫ ബീറ്റ കോപ്പി പേസ്റ്റ് ചെയ്തപ്പോൾ ആൽഫ ബീറ്റ എന്നുള്ള സംഭവം മാറ്റിയില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ചേക്കുക. അപ്പോൾ ഇവിടെ ദ അഡ്രസ് ഓഫ് ബീറ്റ ആണ് ഉദ്ദേശിക്കുന്നത്. ദ അഡ്രസ് ഓഫ് ബീറ്റ ഈസ് എന്ന് പറഞ്ഞ് %p എടുത്തിട്ടുണ്ട്. അപ്പോൾ ബീറ്റയുടെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ p_num2 ഈ ബീറ്റയുടെ അഡ്രസ്സ് നമ്മളിവിടെ സ്റ്റോർ ചെയ്തത്. അപ്പോൾ ആ പോയിൻ്റ് വേരിയബിളിൻ്റെ പേര് മാത്രം ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്താൽ മതി. അത് ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ഇവിടെ ആൽഫയല്ല, ഇവിടെ ബീറ്റയാണ്. ഞാൻ ഇവിടെ തിരുത്താൻ പറഞ്ഞു. അതുപോലെ തന്നെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ദ അഡ്രസ് ഓഫ് ഗാമ, ഇവിടെ ആൽഫയല്ല ഗാമയാണ്. ഈ %p എന്ന് പറഞ്ഞിട്ട് p_num3 എന്നിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സ്റ്റോർ ചെയ്യുന്ന അഡ്രസ്സ് എന്താണോ അതിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അപ്പോൾ ഇതാണ് പോയിൻ്റർ വേരിയബിൾ എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത്. നിങ്ങൾ ഈ അഡ്രസ്സ് ഒന്ന് ശ്രദ്ധിച്ചോ. ഇതിൻ്റെ ആദ്യത്തെ ഇത്രയും ഡിജിറ്റ്സ് സെയിം തന്നെയാണ്. ലാസ്റ്റ് 2 ഡിജിറ്റ്സ് അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു ഡിജിറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ അഡ്രസ്സും സെയിം തന്നെയാണ്. സംഭവം എന്ന് പറഞ്ഞാൽ ഈ മെമ്മറി ലൊക്കേഷൻസ് എല്ലാം അടുത്തടുത്ത് വരുന്ന മെമ്മറി ലൊക്കേഷൻസ് ആണ്. അതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഈ മെമ്മറി ലൊക്കേഷനാണ് ഈ കൊടുത്തിട്ടുള്ളത്. അതിൽ അവസാനത്തെ ഡിജിറ്റിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. അതായത് ഈ മെമ്മറി ലൊക്കേഷൻ എല്ലാം അടുത്തടുത്ത് വരുന്ന മെമ്മറി ലൊക്കേഷൻസ് ആണ്. അപ്പോൾ ആ മെമ്മറി ലൊക്കേഷനിലാണ് ഈ ആൽഫ ബീറ്റ ഗാമ എല്ലാം ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഈ അതിനെല്ലാം അലോട്ട് ചെയ്തിരിക്കുന്ന വളരെ അടുത്തടുത്ത് ഉള്ള മെമ്മറി ലൊക്കേഷൻസാണ് അലോട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് അതിൻ്റെ മീനിങ് എന്നൊക്കെ പറയാൻ നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ പോയിൻറ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ വേരിയബിളിൻ്റെ ഡാറ്റ. അപ്പം ഈ ആൽഫ എന്ന് പറയുന്ന വേരിയബിൾ അത് മറ്റൊരു വേരിയബിളാണ്. ആ മറ്റൊരു വേരിയബിളിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വേരിയബിളിനെയാണ് പോയിൻറ്റേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോയിൻ്റർ വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്നും ഇനി ഞാൻ ഇതിൻ്റെ ഈ പ്രോഗ്രാം തന്നെ ചെറിയൊരു മാറ്റം വരുത്തി ഞാനൊന്ന് കാണിക്കാം. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ നോക്കുക. ഇതെവിടെ ഇപ്പോൾ നോക്കുക, സെയിം പ്രോഗ്രാം തന്നെയാണ്. ഇതേ മിസ്റ്റേക്ക് ഇവിടെ ബീറ്റ് ഇവിടെ ഗാമയാണ്. ആ മിസ്റ്റേക്ക് പോലെ എനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റിയില്ല.
നിങ്ങൾ നോക്കുക. ബാക്കി ഈ കാര്യങ്ങളെല്ലാം സെയിം സംഭവം തന്നെയാണ്. ഇവിടെ ഞാൻ സെപ്പറേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് പകരം എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് എഴുതിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് ശ്രദ്ധിക്കാം. ഞാനിവിടെ 2 സ്റ്റേറ്റ്മെൻറ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്തതെല്ലാം ഇത് ഒറ്റ സ്റ്റേറ്റ്മെൻറ്റാക്കി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതൊന്ന് ചെക്ക് ചെയ്യാം. ഈ ആൽഫയുടേതും ബീറ്റയുടേതും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ മാറ്റം വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ ഈ അഡ്രസ് ഓഫ് ആൽഫ ഈ ഒരു സംഭവത്തിനൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. ജസ്റ്റ് ഡെമോയ്ക്ക് വേണ്ടി കാണിക്കുന്നതാണ് അഡ്രസ് ഓഫ് ആൽഫ, അഡ്രസ് ഓഫ് ബീറ്റ. നിങ്ങളോട് ശ്രദ്ധിക്കേണ്ട. ഞാനിവിടെ %d എന്നും %f എന്നും %c എന്ന വാല്യൂസാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് സത്യം പറഞ്ഞാൽ എനിക്കിവിടെ അഡ്രസ്സ് അല്ല ഡിസ്പ്ലേ ചെയ്യേണ്ടത്, പകരം ഒരു ഇൻറ്റീജർ നമ്പർ, ഒരു ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള നമ്പർ, ഒരു ക്യാരക്ടർ നമ്പേഴ്സൊക്കെയാണ് എനിക്കിവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഈ ടെക്സ്റ്റ് നിങ്ങളങ്ങ് ഇഗ്നോർ ചെയ്യുക, അതിൻ്റെ മീനിങ് അങ്ങ് ഇഗ്നോർ ചെയ്യുക, അത് നോക്കണ്ട. ഞാനിവിടെ ഈ ഒരു സംഭവം മാത്രമേ മീൻ ചെയ്തുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ %p ആണ് കൊടുത്തിരുന്നത്. ഇതെല്ലാം ഉപയോഗിച്ചത് ഈ അഡ്രസ്സ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ്. ഞാനിവിടെ %d എന്നും %f എന്നും %c ആണ് കൊടുത്തതെന്ന് കരുതുക. എന്നിട്ട് ഇവിടെ ഞാൻ p_num1, p_num2, p_num3 ആണ് കൊടുത്തത്. ഇവിടെ ഞാൻ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ *p_num1, *p_num2, *p_num3 എന്നാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തത്. ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യുമ്പം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ p_num1 എന്ന് പറയുന്നത് അതൊരു പോയിൻ്റർ വേരിയബിളാണ്. അറിയാമല്ലോ, പോയിൻ്റർ വേരിയബിളാണ് p_num1 എന്ന് പറയുന്നത്. അപ്പോൾ അതിലോട്ട് ഈ ആൽഫ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ, ഇൻറ്റീജർ വേരിയബിളിൻ്റെ അഡ്രസ്സാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ printf എന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഈ p_num1 എന്ന് ഉപയോഗിക്കുന്ന സമയത്ത് ഇവിടെ സ്റ്റാറിൻ്റെ സിമ്പിളൊന്നും ഇടാറില്ല, ആൻഡിൻ്റെ സിമ്പിൾ ഉപയോഗിക്കാറില്ല. ഇവിടെ ജസ്റ്റ് ഈ പേര് മാത്രം മെൻഷൻ ചെയ്യത്തുള്ളൂ. അതേസമയം പേര് മെൻഷൻ ചെയ്തതിൻ്റെ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സ്റ്റാറിൻ്റെ സിമ്പിളും കൂടെ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ p_num1 എന്ന് പറയുന്ന പോയിൻ്റർ വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന അഡ്രസ്സ്, ആ അഡ്രസ്സിൽ എന്ത് ഡാറ്റയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ആ ഡാറ്റ ആയിരിക്കും അതിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അപ്പോൾ ഈ p_num1 എന്ന് പറയുന്ന ഇതെന്ന് പറയുന്നത് ഈ ആൽഫ എന്ന് പറയുന്ന ആ വേരിയബിളിൻ്റെ അഡ്രസ്സാണ് ഈ p_num1 എന്ന് പറയുന്ന ആ വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ആ അഡ്രസ്സിൽ എന്ത് ഡാറ്റയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? 10 എന്ന ഡാറ്റയാണ് ആ സമയത്ത് സ്റ്റോർ ചെയ്യുന്നത്. കാരണം ആൽഫ എന്ന വേരിയബിളിൽ 10 എന്ന ഡാറ്റയാണ് സ്റ്റോർ ചെയ്യുന്നത്. ആ ഒരു പർട്ടിക്കുലർ അഡ്രസ്സിൽ 10 എന്ന് പറയുന്ന ഡാറ്റയാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഈ സ്റ്റാറിൻ്റെ സിമ്പിളിട്ട് ഈ പോയിൻ്റർ വേരിയബിളിൻ്റെ പേരുടെ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ, ആ പോയിൻ്റർ വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന അഡ്രസ്സിൽ എന്ത് ഡാറ്റയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ആ ഡാറ്റ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. അങ്ങനെ ആ പോയിൻ്റർ വേരിയബിളിൻ്റെ സ്റ്റോർ ചെയ്തിരിക്കുന്ന അഡ്രസ്സിൽ എന്ത് ഡാറ്റയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ആ ഡാറ്റ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ഈ സ്റ്റാറിൻ്റെ സിമ്പിൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റീജർ വേരിയബിളാണ്. അപ്പോൾ ആ ഇൻറ്റീജർ വേരിയബിൾ ആയതുകൊണ്ടാണ് ഞാനിവിടെ %p മാറ്റിയിട്ട് %d എന്നിവിടെ ഇട്ട് കൊടുത്തത്. %d ഇട്ട് കൊടുക്കുമ്പോഴേ കറക്റ്റേക്ക് ഇൻറ്റീജർ വാല്യൂ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അതേപോലെ അടുത്തത് നോക്കുക, p_num2 എന്ന് പറഞ്ഞാൽ ബീറ്റ എന്ന് പറയുന്ന ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിളിൻ്റെ അഡ്രസ്സാണ് ഇതിൻ്റെ അഡ്രസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഈ p_num2 എന്ന സംഭവം എക്സിക്യൂട്ട് ചെയ്താൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ p_num2 എന്ന് പറയുന്ന പോയിൻ്റർ വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന അഡ്രസ്സ്, ആ അഡ്രസ്സിൽ എന്ത് ഡാറ്റയാണോ സ്റ്റോർ ചെയ്യുന്നത് ആ ഡാറ്റ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. ആ അഡ്രസ്സിൽ എന്ത് ഡാറ്റയാണ് സ്റ്റോർ ചെയ്യുന്നത്? ഈ 15.5 എന്ന ഡാറ്റയാണോ സ്റ്റോർ ചെയ്യുന്നത് ആ ഡാറ്റ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. 15.5000 ഒരു 6 0 കാണും, അല്ല 5 0 കാണും. അപ്പോൾ അത് ഡിസ്പ്ലേ ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ *p_num3 എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ p_num3 എന്ന് പറയുന്ന പോയിൻ്റർ വേരിയബിളിൽ അതിൻ്റെ ഒരു അഡ്രസ്സ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ആ അഡ്രസ്സിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റ എന്താണോ ആ ഡാറ്റ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ അഡ്രസ്സിലോട്ട് സ്റ്റോർ ഈ ഗാമ എന്ന് പറയുന്ന അതിൻ്റെ അഡ്രസ്സാണല്ലോ ഈ p_num3 എന്ന് പറയുന്ന വേരിയബിളോട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഗാമ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സിൽ എന്ത് വാല്യൂ ആണോ സ്റ്റോർ ചെയ്യുന്നത് ആ വാല്യൂ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇവിടെ h എന്ന് പറയുന്ന ക്യാരക്ടറാണ് ആ അഡ്രസ്സിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്താണ് അതിവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. അങ്ങനെ ആ പർട്ടിക്കുലർ അഡ്രസ്സിൽ എന്ത് ഡാറ്റയാണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ അസസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സ്റ്റാറിൻ്റെ സിമ്പിൾ ഇട്ട് കൊടുക്കുന്നത്. അല്ലാതെ സ്റ്റാറിൻ്റെ സിമ്പിൾ ഇട്ട് കൊടുക്കുന്നത് എപ്പോഴും ഈ പോയിൻ്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് മാത്രമേ ഈ സ്റ്റാറിൻ്റെ സിമ്പിൾ ഇട്ട് കൊടുക്കത്തുള്ളൂ. ഇവിടെയും ഡിക്ലെയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്, ഇതും ഡിക്ലെയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്, ഇതും ഈ പോയിൻ്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. അതല്ലാതെ ഈ പ്രോഗ്രാമിൽ വേറെ എവിടെ യൂസ് ചെയ്താലും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, എവിടെയായിരുന്നാലും ഈ പോയിൻ്റർ വേരിയബിളിൻ്റെ കൂടെ ഈ ഒരു സ്റ്റാറിൻ്റെ സിമ്പിൾ യൂസ് ചെയ്താൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ആ പോയിൻ്റർ വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്ന അഡ്രസ്സിൽ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ എന്താണോ അതിനായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെയായിരിക്കും അതവിടെ അസസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അതിൽ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ, അഡ്രസ്സിൽ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ അസസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സ്റ്റാറിൻ്റെ സിമ്പിൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ചെറിയ 1-2 കാര്യങ്ങളെന്ന് പറയുന്നത്, പോയിൻറ്റേഴ്സിനെ പറ്റിയുള്ള കുറച്ച് ചെറിയ കാര്യങ്ങൾ എന്ന് പറയുന്നത്.
അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ ഈ പറഞ്ഞ പ്രോസസ്സ് എന്ന് പറയുന്നത് ഡി റെഫറൻസ് അല്ലെങ്കിൽ ഡി റെഫറൻസിങ് എന്ന് പറയുന്ന പ്രോസസ്സാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അതായത് ഈ pnum1 എന്ന് പറയുന്ന പോയിൻ്റ് വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന അഡ്രസ്സ്, ആ അഡ്രസ്സിൽ എന്ത് ഡാറ്റയാണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് ഈ സ്റ്റാറിൻ്റെ സിമ്പിൾ ഇട്ട് കൊടുത്തത്. അങ്ങനെ ഈ അഡ്രസ്സിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റയെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഡി റെഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ pnum1 എന്ന് പറഞ്ഞാൽ ഒരു അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യുന്നത്. ആ അഡ്രസ്സിൽ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ എന്താണെന്നുള്ള റിട്രൈവ് ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഡി റെഫറൻസ് അല്ലെങ്കിൽ ഡി റെഫറൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ആ പോയിൻ്റർ വേരിയബിൾ അതിൻ്റെ പേര് നമ്മൾ മെൻഷൻ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഈ സ്റ്റാറിൻ്റെ സിമ്പിളും ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഈ സ്റ്റാറിൻ്റെ സിമ്പിളും കൂടെ ഉണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഈ pnum1 എന്ന് പറയുന്ന ആ വേരിയബിളിൻ്റെ അഡ്രസ്സ് ആയിരിക്കത്തില്ല ആ സമയത്ത് അത് യൂസ് ചെയ്യുന്നത്. പകരം ആ അഡ്രസ്സിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്താണോ അതായിരിക്കും അതവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ printf എന്ന സ്റ്റേറ്റ്മെൻ്റ് അകത്താണ് ഞാൻ ഈ സംഭവം യൂസ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഇപ്പം ഈ സംഭവം യൂസ് ചെയ്യുന്ന സമയത്ത് ഈ അഡ്രസ്സിൽ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ എന്താണോ അതായിരിക്കും ഈ %d സ്ഥാനത്ത് അല്ലെങ്കിൽ %f സ്ഥാനത്ത് അല്ലെങ്കിൽ %c സ്ഥാനത്ത് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് ഡി റെഫറൻസ് അല്ലെങ്കിൽ ഡി റെഫറൻസിങ് എന്ന് പറയുന്ന സംഭവം. അപ്പം ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ പോയിൻറ്റേഴ്സിനെ പറ്റി കുറച്ചും കൂടെ ചെറിയ 1-2 കാര്യങ്ങൾ കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് അടുത്ത വീഡിയോയും വരുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.